സോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം മച്ചൂസ് ഗെയിമിംഗ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. ബട്ട് നമ്മളിപ്പോൾ ഉള്ളത് ഏതൊരു ക്രിയേറ്റീവ് വേൾഡാണ്. ഏതെങ്കിലും കൂട്ടുകാരന്മാർ ചാനൽ സബ് ചെയ്യത്തിൻ്റെ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയറും ചെയ്യുക ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും എപ്പിസോഡായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി ഡെയിലി എപ്പിസോഡ് വരാൻ പരമാവധി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ മൈൻക്രാഫ്റ്റിലുള്ള ഏതൊക്കെ ഫാമുകളുണ്ടോ ആ ഫാമുകളൊക്കെ നമുക്ക് വേണ്ട ഫാമുകളെല്ലാം ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളപ്പോ ഒരു മോബ് ഫാം ഉണ്ടാക്കിയായിരുന്നു. എസ് പി ആൻഡ് മോബ് രണ്ടും ഉള്ള ഒരു ഫാം ഉണ്ടാക്കിയായിരുന്നു. എസ് പിയും കിട്ടും ലൂട്ടും കിട്ടും, അങ്ങനത്തെ ഒരു ഫാം നമ്മൾ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ എല്ലാവരും ചാനൽ കയറി ചെക്കൗട്ട് ചെയ്യുക. അപ്പം നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഇത്ര സാധനങ്ങളാണ് വില്ലേജ് ബ്രീഡിംഗ് ഫാമിന് വേണ്ടത്. നമുക്ക് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ വേണം. അവിടെ നമുക്കൊരു കുഴി ഒഴിച്ച് 4x4 എടുക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടാക്കിയതിന് ശേഷം 2 ഡേറ്റ് എടുത്ത് കളയുക. അതിനുശേഷം അവിടെ വാട്ടർ ഒഴിക്കുക. വാട്ടർ ഒഴിച്ച ശേഷം 4x4 ആയിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ 4x4 ആയിട്ട് ഡിലീറ്റ് ചെയ്യാം. 3 4 അങ്ങനെ 4 സൈഡ് ഒരു പ്ലസ് പോലെ എടുക്കണം കേട്ടോ. 4x4 ഓക്കെ. 1 2 3 4 അതും സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇനി ഇവിടെയും 1 2 3 4 സെറ്റ് ചെയ്യണം. 1 2 അവിടെ 1 2 ആയി പോയല്ലോ. 1 2 3 4 ഓക്കെ. ഇവിടെയും 1 2 3 4 ഓക്കെ ഗൈസ്. അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി ഇവരെ യോജിപ്പിച്ചിട്ട് ഇത് മൊത്തം ഡിലീറ്റ് ചെയ്യണം. ഇതിൻ്റെ ഉള്ളിൽ മൊത്തം ഡിലീറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പോൾ 4x4 അവിടം വരെയാണ് വാട്ടർ എത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഈ വാട്ടറിൻ്റെ ഒരു നനവുണ്ടല്ലോ ഗൈസ്, അത് അവിടം വരെ എത്തുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തേക്കുന്നത്. നനവില്ലാത്ത സ്ഥലത്ത് കുറച്ച് കഴിയുമ്പോൾ ഡിലീറ്റിങ് പോകും ഗൈസ്. ഓക്കെ. പിന്നെ നമ്മൾ നട്ടിട്ടും കാര്യമില്ല. അതാണ് നമ്മൾ വാട്ടർ ഒഴിക്കുന്നതിൻ്റെയും മെയിൻ കാര്യം. ഓക്കെ, നമുക്ക് ഇത് മൊത്തം ഒന്ന് ടിൽറ്റ് ചെയ്യാം. ഇവിടെ ഒരു ബ്ലോക്ക് പോയിട്ടുണ്ടല്ലോ, ഞാൻ ഈ ബ്ലോക്ക് എടുക്കണമല്ലോ, പണിയായി വന്ന്. സോ ഗൈസ്, അപ്പം നമ്മൾ മൊത്തം ടിൽറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു ഡേറ്റ് വെക്കുക. അതിനുശേഷം 2 കമ്പോസ്റ്റർ വെക്കുക. അതിനുശേഷം ആ ഡേറ്റ് പൊളിച്ചിളയുക. അതിനുശേഷം വില്ലേജസ് ഇതിൻ്റെ പൊക്കത്തേക്ക് കയറും താഴെ ഇറങ്ങും ചെയ്യുമ്പോൾ ആ ടിൽറ്റ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ പൊക്കത്ത് നമ്മൾ ബ്ലോക്ക് വെക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ ചുറ്റും ടോർച്ച് വെക്കുക. ബോയ് ടോർച്ച് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് വളരാനും സൂര്യപ്രകാശം തട്ടുമ്പോഴാണ് കേസ് വളരുന്നത്. അപ്പോൾ സൂര്യപ്രകാശം ഇല്ലാത്തപ്പോൾ ടോർച്ചിന്റെ വട്ടം തട്ടി വളരട്ടെ എന്ന് ഓർത്തിട്ടാട്ടോ കേസ് ഞാൻ വെക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതും കൂടെ ഒന്ന് ടിറ്റ് ചെയ്തേക്കാം. ഇനി നമുക്ക് ഫുള്ള് ഗൈസ് ഏത് വേണമെങ്കിൽ നടാട്ടോ. നമുക്ക് ക്യാരറ്റ് വേണമെങ്കിൽ ക്യാരറ്റ് നടാം, ബീറ്റ് ആണെങ്കിൽ ബീറ്റ് നടാം. അതേപോലെ ബീട്രൂട്ട് വേണമെങ്കിൽ ബീട്രൂട്ട്, പൊട്ടറ്റോ വേണമെങ്കിൽ പൊട്ടറ്റോ, ഏത് വേണമെങ്കിൽ നടാം. കുറച്ചും കൂടെ നല്ല രീതിയിൽ വറുക്കാവുന്നത് ക്യാരറ്റ് ആണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഞാൻ എപ്പോഴും ക്യാരറ്റാണ് യൂസ് ചെയ്യാറ്. ക്യാരറ്റാണ് കുറച്ചും കൂടെ നന്നായിട്ട് വർക്ക് ചെയ്തതുപോലെ എനിക്ക് തോന്നാറ്. അപ്പോൾ ഗൈസ്, അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം എടുത്തിട്ട് നിങ്ങൾക്ക് ബ്രീഡിങ്ങിനായിട്ട് യൂസ് ചെയ്യാം. അപ്പം ഞാൻ ക്യാരറ്റാണ് ഗൈസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ. ഇത് ഫുള്ളൊന്ന് നടന്നിട്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ബിൽഡ് ചെയ്ത് കഴിയുമ്പോഴും ഇത് വളർന്നോളൂ. അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ നടുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ അതേപോലെ തന്നെ ഗൈസ്, ഇത് ക്രിയേറ്റിവിറ്റി ആയതുകൊണ്ട് തന്നെ ഞാൻ വില്ലേജസിനെ സ്പോൺ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വില്ലേജ് കണ്ടെത്തിയിട്ട് ആ വില്ലേജിൽ നിന്ന് ഒരു 2 വില്ലേജസിനെ എടുക്കണം. ഗ്രീൻ കോട്ട് ഉള്ളവനെ പറ്റൂല ഗൈസ്. ഗ്രീൻ കോട്ട് ഉള്ളവനെ തല്ലിപ്പോയില്ല അത്ര തന്നെ. ഗ്രീൻ കോട്ടുള്ളതിനെ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. അപ്പോൾ വന്നിട്ട് അവർക്ക് ജോബ് എടുക്കാനാണ് ഈ 2 കമ്പോസ്റ്റർ വെച്ചേക്കുന്നത് കേട്ടോ ഗൈസ്. അതിനുശേഷം നമുക്ക് പ്ലെയിൻ ഗ്ലാസ് എടുക്കാം. ഞാൻ ഇച്ചിരി വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. പ്ലെയിൻ ഗ്ലാസ് എടുക്കുക. പ്ലെയിൻ ഗ്ലാസ് അതിന് ശേഷം പ്ലേസ് ചെയ്ത് 2 ബ്ലോക്ക് ഹൈറ്റിലാണ് കേട്ടോ ഞാൻ പ്ലെയിൻ ഗ്ലാസ് മൊത്തം പ്ലേസ് ചെയ്യാൻ പോകുന്നത്. സോ ഗൈസ്, അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ 2 കമ്പോസ്റ്ററിന്റെ രീതിയിൽ 2 വിടുക. അതിനുശേഷം കമ്പോസ്റ്ററിന്റെ അപ്പുറത്തേക്ക് ഒരു ബ്ലോക്ക് ഇടുക. അങ്ങനെ ആയിട്ട് 4 ബ്ലോക്ക് മൊത്തത്തിൽ വിടണം കേട്ടോ ഗൈസ്.
കമ്പോസ്റ്റർ സെൻറ്ററിൽ വരണം. അതുകൂടാണ്ട് 2 ബ്ലോക്ക് അപ്പുറം ഇപ്പുറയും കൂടുതലും വേണം കമ്പോസ്റ്ററിൻ്റെ അപ്പുറം ഇപ്പുറം. അത് അങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. അതിനുശേഷം ബ്ലോക്ക് വെക്കുക. അതിനുശേഷം പ്ലെയിൻ ഗ്ലാസ് എടുക്കുക. പ്ലെയിൻ ഗ്ലാസ് ഇവിടെ പ്ലേസ് ചെയ്യുക. പ്ലെയിൻ ഗ്ലാസ് പ്ലേസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പേസ് നോക്കി ഞാൻ പറഞ്ഞു, പ്ലേസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അത് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് വേണ്ട ട്രാപ്പ് ഡോർ ആണ്. ട്രാപ്പ് ഡോർ എടുക്കുക ഗൈസ്. എല്ലാം നമ്മുടെ കയ്യിൽ സ്റ്റാക്ക് കണക്കിനാണ്. നമ്മൾ ക്രിയേറ്റിവിറ്റി ആയതുകൊണ്ട് സ്റ്റാക്ക് കണക്കിന് എത്താണ്, സ്റ്റാക്ക് കണക്കിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എടുത്തിട്ട് ഇവിടെ നിന്നിട്ട് 4 പ്ലേസ് ചെയ്യുക. ട്രാപ്പ് ഡോർ അറിയാലോ, ഞാൻ കഴിഞ്ഞ മോബ് ഫാമിൽ പറഞ്ഞ പോലെ വില്ലേജസിൻ്റെ ആണെങ്കിൽ മോബ്സിൻ്റെ ഒക്കെ ആണെങ്കിലും വിചാരം ഇത് ഫുൾ ബ്ലോക്ക് ആണെന്നാണ്. അതുകൊണ്ട് അവർക്ക് അത് അതിൽ കൂടെ കയറി അവർ പൊക്കോളും ഗീസ്, താഴോട്ട് പൊക്കോളും. അതാണ് നമ്മുടെ പ്ലാനിങ് ഗീസ്. ഇത് 4 ബ്ലോക്ക് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ 1 ബ്ലോക്ക് ആയിട്ടും കൂടെ വേണോ വേണം. 1 2 പിന്നെ അവിടെ ബ്ലോക്ക് വെക്കുമ്പോൾ ഓക്കെ. അപ്പം മേലെ ബ്ലോക്ക് വേണം, അപ്പോൾ 1 ബ്ലോക്കും കൂടെ വേണം ഗൈസ്. അപ്പോൾ 1 ബ്ലോക്കും കൂടെ ആയിട്ട് വെക്കുക. അപ്പം 4 ബ്ലോക്ക് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക. ഓക്കെ, അതും സെറ്റ് ചെയ്തു ഗൈസ്. അതിന് ശേഷം നമ്മൾ ഇവന്മാരെ 2 പേരും യോജിപ്പിക്കുക, കൂട്ടിമുട്ടിക്കുക. യെസ്, അങ്ങനെ അതും കൂട്ടിമുട്ടിച്ചു. ഇനി അതിനകത്ത് നമ്മൾ ട്രാപ്പ് ഡോർ ഇനി അതിൻ്റെ പൊക്കത്ത് വെക്കണം ഗൈസ്. അതിൻ്റെ പൊക്കത്ത് പ്ലേസ് ചെയ്യണം. മൊത്തത്തിൽ പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്തതിന് ശേഷം നമ്മളിത് ഓപ്പൺ ചെയ്ത് വെക്കണം ഗൈസ്. ഇത് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ കറക്റ്റ് ലെവലാവും. എനിക്കൊക്കെ കടന്നു പോകാം, പക്ഷെ എനിക്കും ബേബീസിനും കടന്നു പോകാം. വില്ലേജസിന് ഇതിൻ്റെ അകത്ത് കൂടി കിടക്കാൻ പറ്റില്ല ഗൈസ്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഒരു 3/4 ബ്ലോക്കും കൂടെ ആയിട്ട് കൂടുതലാണ്. അല്ല, 1/4 ബ്ലോക്കും കൂടെ ഇച്ചിരി കൂടെ ആയിട്ട് കൂടുതലാണ്. നമുക്ക് 2 ബ്ലോക്ക് ആയിട്ടാണെങ്കിൽ അവർക്ക് 2.25 ബ്ലോക്ക് ഒരു റേഞ്ച് ബ്ലോക്ക് ആയിട്ട് കൂടുതലാണ് ഗൈസ്. അതാണ് കാര്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി 3 ബ്ലോക്ക് താഴ്ചയിൽ 4 ബ്ലോക്ക് എടുത്ത് മാറ്റുക. എന്ന് വെച്ചാൽ ഈ ട്രാപ്പ് ഡോറിൻ്റെ രീതിയിൽ 4 ബ്ലോക്ക് എടുത്ത് മാറ്റുക. 3 ബ്ലോക്ക് ഹൈറ്റിൽ താഴ്ചയിൽ ഗൈസ്. അതിന് ശേഷം നമ്മൾ വാട്ടർ ബക്കറ്റ് എടുക്കണം. വാട്ടർ ബക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഗൈസ് ട്രാപ്പ് ഡോർ പ്ലേസ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഞാൻ ഇത് എക്സ്ട്രാ വോയിസ് ആഡ് ചെയ്യുന്ന ഗൈസ്. വോയിസ് കട്ടായി, അപ്പോൾ എക്സ്ട്രാ വോയിസ് ആയിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് അവിടെ ഇവിടെയൊക്കെ മിസ്റ്റേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ട്രാപ്പ് ഡോർ പ്ലേസ് ചെയ്യുക. എന്നിട്ട് അത് മൊത്തം അടച്ചു വെക്കുക. അപ്പോൾ അത് ഫുൾ ബ്ലോക്ക് ആയിട്ട് തോന്നിയിട്ട് വില്ലേജസ് ചാടിപ്പൊക്കോളും. അതിന് വേണ്ടിയാണ്. ഓക്കെ, എന്നിട്ട് വാട്ടർ ബക്കറ്റ് എടുക്കുക. വാട്ടർ ബക്കറ്റ് എടുത്തതിന് ശേഷം പ്ലേസ് ചെയ്യുക കേട്ടോ. പ്ലേസ് ചെയ്യാനോ, ഒഴിക്കുക. അപ്പോൾ അതിങ്ങനെ പൊക്കോളും. അപ്പോൾ ആ വാട്ടർ എവിടം വരെയാണ് പോകുന്നത് അവിടം വരെ, വാട്ടർ നിൽക്കുന്ന വരെ നമ്മളങ്ങ് പോവുക കേട്ടോ. ഓക്കെ, ഓക്കെ, ഇവിടെ നിന്നിട്ടുണ്ട് ഗൈസ്. അയ്യോ, ഇത് ഓപ്പൺ ആയിപ്പോയി. കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ ഇതൊന്ന് മൊത്തത്തിൽ ഒന്ന് പൊളിക്കണം. അതിന് ശേഷം നമുക്കൊരു സ്ലാബ് ആവശ്യമുണ്ട് കേട്ടോ. ഒരേ ഒരു സ്ലാബിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ സ്ലാബ് ഞാൻ എടുക്കാൻ വിട്ടുപോയതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ചെസ്റ്റിൽ നിന്ന് എടുക്കുന്നുണ്ട്. അതിന് ശേഷം സ്ലാബ് നമ്മളവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ സ്ലാബിൽ വന്നിട്ട് വേണം വില്ലേജസ് വീഴാൻ കേട്ടോ. അപ്പോൾ സ്ലാബിൻ്റെ ചുറ്റുവട്ടം മൊത്തം വില്ലേജസ് ബേബീസ് അതിനകത്ത് വേണം വീഴുക. അപ്പോൾ സ്ലാബിൻ്റെ ചുറ്റുവട്ടം മൊത്തം ഡേറ്റ് മൈൻ ചെയ്ത് കളയുക. ഡേറ്റ് ആൻഡ് കോബർ സ്റ്റോൺ മൈൻ ചെയ്ത് കളയുക. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ലൊരു റൂമായിട്ട് മൈൻ ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ അതെന്താണ് മൈൻ ചെയ്ത് കളയാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ബ്ലോക്ക് ഗ്ലാസ് വെക്കണം കേട്ടോ. പ്ലെയിൻ ഗ്ലാസ് അല്ല, ബ്ലോക്ക് ടൈപ്പ് ഗ്ലാസ് ആണ് വെക്കേണ്ടത്. അത് നമുക്ക് പ്ലേസ് ചെയ്യണം. ഇവിടെ ഓക്കെ, ഇവിടെയാണ് ഗേസ് പ്ലേസ് ഉണ്ട്. 1 2 ഗേസ്. ഇവിടെയും കൂടെ ഒരെണ്ണം പ്ലേസ് ആണ്. അപ്പോൾ ബാക്കിൽ മേലെ ഡേറ്റ് വെച്ചേക്കാം ഗേസ്. ക്ലോസ് ചെയ്തേക്കാം. അവിടെയും കൂടെ ക്ലോസ് ചെയ്തേക്കാം. ഓക്കെ ഗേസ്, ഇത് മൊത്തം ക്ലോസ് ചെയ്യണം കേട്ടോ. എന്നാലേ റൂം പോലെ ഫീൽ ചെയ്യുള്ളൂ ഗേസ്. അതിന് വേണ്ടിയാണ് ഞാൻ പ്ലേസ് ചെയ്തത്. ഇച്ചിരി ബാക്ക് ഇറങ്ങിയിട്ട് അതും കൂടെ വെക്കാം. ഓക്കെ, ഇനി ആ വില്ലേജസ് അതിൻ്റെ ഉള്ളിൽ വേണോളും, ഇങ്ങോട്ടേക്ക് വരാനൊന്നും പറ്റില്ല ഗേസ്. ഈ സ്ലാബ് വെക്കുന്നതിൻ്റെ കാരണം ഒന്നാമത് നമ്മളിപ്പോൾ റെയിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് ചെയ്യുമ്പോൾ, മൈൻ കാട്ട് വെച്ച് ചെയ്യുമ്പോൾ ഡയറക്റ്റ് അതിൽ കൂടെ കയറി വില്ലേജസ് വരാൻ വേണ്ടിയാണ് ഈ സ്ലാബ് വെക്കുന്നത്. അതിന് വേണ്ടിയാണ് ഈ ഗ്ലാസ് വെക്കുന്നത്. ഗ്ലാസ്സിലാണെങ്കിൽ വില്ലേജസിന് ഡാമേജ് ആയിക്കില്ല കേട്ടോ. നമ്മൾ റെയിൽ കയറ്റുമ്പോൾ ഡാമേജ് ആയിക്കില്ല, അതുങ്ങൾ അതിനകത്ത് നിന്നോളും. ബ്ലോക്ക് അങ്ങനെയാണെങ്കിൽ ഡാമേജ് ആയിക്കും. അതാണ് നമുക്ക് ഇച്ചിരി കൂടെ വലുതാക്കിയേക്കാം. അതിന് ശേഷം ഇവിടെ സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കിയേക്കാം. നമുക്ക് മേലോട്ട് കയറാനും ഇറങ്ങാനൊക്കെ ആയിട്ട് ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ടാക്കിയേക്കാം.
ഓക്കെ, അപ്പം നമ്മൾ അതിൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ പവർ റെയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വേൾഡിൽ സർവറിലോ വേൾഡിലോ പവർ റെയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പവർ റെയിൽ യൂസ് ചെയ്യാം. പവർ റെയിൽ ഉണ്ടാക്കണമെങ്കിൽ ഗോൾഡ് വേണം, അതുപോലെ റെസ്റ്റോണും വേണം ഗൈസ്. അപ്പോൾ അതിന് നമുക്ക് അയൺ റെയിൽ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോളെ അയൺ റെയിൽ ഒരു 5-6 മതിയല്ലോ, പിന്നെ ഇച്ചിരി സ്റ്റിക്കും മതി. അതിൻ്റെ കാര്യം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അയൺ മൈനിങ്ങിന് പോയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ അയൺ റെയിൽ എടുക്കുക. അയൺ റെയിൽ മാത്രമായിട്ട് യൂസ് ഇതേപോലെ വളയുള്ളേ. ഓക്കെ, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമ്മൾ പവർ റെയിൽ മൊത്തം പ്ലേസ് ചെയ്യുക. ഓക്കെ, അതിന് ശേഷം നമ്മൾ റെസ്റ്റോറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇത് എങ്ങോട്ടേക്കാണോ വില്ലേജസിനെ കൊണ്ടുവന്നത്, ഏത് ഫാമിലേക്കോ അയൺ ഫാമിലേക്കോ അതോ ഏത് ഫാമിലേക്കാണ് കൊണ്ടുവന്നത് അവിടേക്ക് കൊണ്ടുപോകാനുള്ള രീതിയിൽ നമ്മൾ റെയിൽ വെക്കുക. അതിന് ശേഷം നമ്മൾ റെസ്റ്റോൺ ടോർച്ച് പ്ലേസ് ചെയ്യുക. അപ്പോൾ ഇത് ഫുള്ള് പവർ ആയിക്കോളും. പിന്നെ നമ്മൾ മൈൻ കാർട്ട് എടുത്തിട്ട് ആവശ്യമുള്ളപ്പോൾ വില്ലേജസിനെ പ്ലേസ് എടുത്താൽ മതി ഗൈസ്. അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വില്ലേജസിനെ പ്ലേസ് ചെയ്യണം. ഞാൻ വില്ലേജസിനെ നേരത്തെ എടുത്തു വെക്കാൻ മറന്നുപോയി, അതുകൊണ്ട് തന്നെ ഞാൻ ക്രിയേറ്റിവിറ്റിന്ന് ഒരു എഗ്ഗ് എടുക്കുന്നുണ്ട്. ഈ വില്ലേജസിൻ്റെ എഗ്ഗൊന്നും ഇല്ലടേ, എവിടെ പോയി? ഇവിടെ ഒരു ഉണ്ടായിരുന്നല്ലോ, വിച്ചിൻ്റെ ഞാൻ കണ്ടു. വില്ലേജസിൻ്റെ ഇടേ ഈ പോയോടെ വില്ലേജസ് ഒന്നും ഇല്ലേ? യെസ്, കിട്ടി ഗൈസ്, വില്ലേജസിന് കിട്ടി. ഓക്കെ, വില്ലേജസിന് ഇനി രണ്ടുപേരെ ഇടാം അപ്പുറത്ത് പോയിട്ട്. ഗൈസ്, ഇത് ക്രിയേറ്റിവിറ്റി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. സത്യം വെച്ചാൽ നമ്മുടെ ബോട്ടിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ വില്ലേജസിനെ പ്ലേസ് ചെയ്യുക. അതാണ് ഈ ഗ്രീൻ കോട്ട്, ഇവനെ ഒരു ഉപകാരമില്ല, തല്ലി കൊല്ലാണ് ചെയ്യേണ്ടത്. ആനങ്ങ് തല്ലി കൊന്നേക്കാം. ഇവൻ എൻ്റെ ബ്രീഡിംഗ് ഫാം നശിപ്പിക്കുന്ന തോന്നുന്നത് ഗൈസ്. അങ്ങനെ ആ ഗ്രീൻ കോട്ടിനെ അങ്ങ് കൊന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് വന്ന് ബെഡ് വെക്കുക ടൈസ്. അപ്പോൾ ഒരു ബ്ലോക്ക് വിട്ടിട്ട് വേണം ബെഡ് വെക്കാൻ. ഒരു ബ്ലോക്ക് വിട്ടിട്ട് ബെഡ് 4 പ്ലേസ് ചെയ്യുക. ജാവേനാണെങ്കിൽ 4 മതി ടൈസ്. 4 അൺലിമിറ്റഡ് ആയിട്ട് വർക്ക് ആയിക്കോളും. ബട്ട് ബെഡ് റോക്കിലാണെങ്കിൽ വില്ലേജസിനെ എടുത്ത് മാറ്റണം ഗൈസ്. ഈ 4 2 വില്ലേജസ് ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ആര് മാറ്റണം. ഇതിനകത്ത് ഞാൻ ഒരു വില്ലേജറിന് ഇടാൻ മറന്നു, ഇവിടെ ഒരെണ്ണം കൂടെ ഇടണം. ഓക്കെ, 2 പേര് കഴിഞ്ഞ് ജോബ് എടുത്തോളും. അത് കഴിഞ്ഞിട്ട് അവർ ഇത് ഫാം ചെയ്ത് ഇതിനകത്ത് നിന്ന് ഈ ക്യാരറ്റുകളായാണ് അവർ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇതും കൂടെ ടിൽറ്റ് ചെയ്ത് കൊടുത്തേക്കട്ടെ, ക്യാരറ്റും വെച്ച് കൊടുത്തേക്കാം. നന്മയുള്ള ലോകമേ. ഓക്കെ ഗൈസ്, അതും കഴിഞ്ഞിട്ടുണ്ട്, നൈറ്റായി. സോ ഗൈസ്, അതിന് ശേഷം നമ്മൾ ഇവിടെയും 2 ബ്ലോക്ക് ഹൈറ്റിൽ ഗ്ലാസ് പ്ലേസ് ചെയ്യാണ്. ഓക്കെ, നമുക്ക് ബ്ലോക്കിന് ആവശ്യമുണ്ട്. ബ്ലോക്ക്. ഓക്കെ, 2 ബ്ലോക്ക് ഇവിടെയും വെക്കുക. അതേപോലെ തന്നെ 2 ബ്ലോക്ക് ഇവിടെയും പ്ലേസ് ചെയ്യുക. ഓക്കെ ഗൈസ്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പൊക്കം ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് ചെയ്യാം ഗൈസ്. ക്ലോസ് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ വില്ലേജസ് ഇടിമിന്നലേറ്റിട്ടാ അല്ലെങ്കിൽ ചാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെന്തോ ഒരു സാധനം ഉണ്ടായിരുന്നേ, ആ സാധനത്തിൻ്റെ പേര് മറന്നു. ഈ കോപ്പർ വെച്ചുണ്ടാക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, ആ സാധനത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. ആ സാധനം ഉണ്ടാക്കി അങ്ങ് വെച്ചാലും മതി. അപ്പോൾ ഇടിമിന്നലൊക്കെ അത് വലിച്ചെടുത്തു. ഓക്കെ, അപ്പോൾ യെസ്, അങ്ങനെ ഏകദേശം മൊത്തം നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ വില്ലേജ് ബ്രീഡിംഗ് ഫാമിൻ്റെ പണി, ഇത്രയേ ഉള്ളൂ. വേണമെങ്കിൽ ഇവിടെ 2 ടോർച്ചും വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ബ്രീഡിംഗ് ഫാമിൻ്റെ പണി നമ്മളങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി AFK നിന്നാൽ മതി. വില്ലേജസിന് വേണ്ടി AFK നിൽക്കുക. AFK നിന്ന് വില്ലേജസിനെ മൊത്തം സെറ്റ് ചെയ്യാം ടൈസ്. സോ ഗൈസ്, AFK നിന്ന് കഴിഞ്ഞാൽ അതാണ്ട് ഇതേപോലെ വില്ലേജസ് വന്നോളൂ. ഞാൻ പിന്നെ ഇച്ചിരി ക്യാരറ്റ് ഇട്ട് കൊടുത്തായിരുന്നു ടൈസ്, നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കാണിക്കാൻ വേണ്ടി ക്യാരറ്റ് ഇച്ചിരി ഇട്ട് കൊടുത്തായിരുന്നു. അങ്ങനെ അതാണ്ട് ഗൈസ് ബ്രീഡിങ് നടന്നു. അതേ കുട്ടി ഗൈസ്. ഇനി ഇവൻ കണ്ട ഇങ്ങനെ നടന്ന് കുറച്ച് കഴിയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് അവൻ ഈ ബെഡിലേക്ക് പോകും. ബെഡിലേക്കാണ് ഇവൻ പോകാൻ ഉദ്ദേശിക്കുന്നത്. റീസ്പോൺ അടിക്കാൻ എന്ന് പറഞ്ഞ പോലെ ബെഡിലേക്ക് പോകാനാണ് ഡയറക്റ്റ് ഉദ്ദേശിക്കുക. ബട്ട് അവനത് ഫുൾ ബ്ലോക്കാൻ എഴുതിയിട്ട് ആ ട്രാപ്പ് ഡോർ ഫുൾ ബ്ലോക്കാൻ എഴുതി പോവും, അവൻ വീഴും. അങ്ങനെ ഗൈസ്, ലെവനും ഇവിടെ എത്തിയിട്ടുണ്ട്. വട ഇങ്ങ് വാടാ കൊച്ചെർക്ക, ബെട്ട വന്നിക്കടാ ഗൈസ്. അങ്ങനെ അവനും എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതേപോലെ ഇനി എല്ലാവരും എത്തിക്കോളും. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ എപ്പിസോഡ്. ഗൈസ്, അടുത്ത ഏത് ഫാം വേണം നിങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡുമായിട്ട് വരാം. അതാണ്ട് അടുത്ത ആള് ഇതാണ് ഞാൻ ഇട്ട് കൊടുത്ത് ക്യാരറ്റായിട്ട് ഗൈസ് ആയിരിക്കുന്നത്. ഗൈസ്, അടുത്ത ആൾ വന്ന് കൊച്ചെറുക്ക. ഓക്കെ ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവർക്കും
ബൈ ഗുഡ് ബൈ.